ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആഗമനകാലം 3-ാം ഞായർ, ഗൗദാത്തെ സൺഡേ അഥവാ സന്തോഷത്തിന് ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം ലോകം മുഴുവനും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ സൂചകമായി റോസ് നിറത്തിലുള്ള തിരി നാം തെളിയിക്കുന്നു. ഇന്നത്തെ വായനകൾ സൂചിപ്പിക്കുന്നതും സന്തോഷത്തെക്കുറിച്ചാണ്. ആദ്യ വായനയിൽ ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത മാതൃരാജ്യത്തിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ അവർക്ക് പ്രത്യാശ നൽകുന്നു. മിശിഹായുടെ വരവിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ ദൈവം അവർക്ക് ഉറപ്പു നൽകുന്നു. ഒന്നാമതായി, വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. അതായത്, അവർക്ക് വേണ്ടി ദൈവം പുതിയ ഏദൻ തോട്ടം നിർമ്മിക്കും. രണ്ടാമതായി, ദുർബലരെയും രോഗികളെയും ശക്തിപ്പെടുത്തും. മൂന്നാമതായി, ഇസ്രായേൽ ജനം പാട്ടുപാടിയും മഹത്വത്താൽ കിരീടമണിഞ്ഞും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. രണ്ടാം വായനയിൽ ഭയചകിതരും നിരാശരും പീഡിപ്പിക്കപ്പെടുന്നവരുമായ ആദിമ ക്രിസ്ത്യാനികളെ മിശിഹായുടെ 2-ാം വരവിന് കാത്തിരിക്കാൻ യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു. നല്ല ഫലം ലഭിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്ന കർഷകനെ പോലെ കാത്തിരിക്കണം. കാരണം ദൈവം അവരുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരും. സുവിശേഷത്തിൽ യെശയ്യാ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി മിശിഹ വന്നിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ തടവറയിലായിരിക്കുന്ന സ്നാപക യോഹന്നാനോട് ക്രിസ്തു ആവശ്യപ്പെടുന്നു. 3 വായനകളും മിശിഹായുടെ വരവിൽ സന്തോഷിക്കാനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. ഇന്നത്തെ സുവിശേഷത്തെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് യോഹന്നാൻ്റെ ചോദ്യവും ക്രിസ്തുവിൻ്റെ ഉത്തരവും. രണ്ടാമത് സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും. തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, ഞങ്ങൾ മറ്റൊരാളെ പ്രതീക്ഷിക്കണമോ? യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ചത് അവൻ മിശിഹായാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയല്ല. കാരണം അവന് അതിൽ ഏതൊരു സംശയവുമില്ലായിരുന്നു. എലിസബത്തിൻ്റെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ തന്നെ യോഹന്നാൻ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു. യോഹന്നാൻ മിശിഹായുടെ മുൻഗാമിയായി അവന് വഴിയൊരുക്കി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേട്ടതും യോഹന്നാനാണ്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തിയതും യോഹന്നാനാണ്. എങ്കിൽ എന്തിനായിരിക്കും ശിഷ്യന്മാരെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അയച്ചത്? വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് തൻ്റെ വ്യാഖ്യാനത്തിൽ 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായി, ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയിക്കുക. ക്രിസ്തുവിൻ്റെ വരവ്, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, ക്രിസ്തുവിൻ്റെ മഹത്വം എന്നിവ ശിഷ്യന്മാരോട് പ്രസംഗിച്ച് യോഹന്നാൻ സമയം ചെലവഴിച്ചിരുന്നു. ഇപ്പോൾ അവൻ അവരോട് പ്രഖ്യാപിച്ച ക്രിസ്തുവിനെ ശിഷ്യന്മാർ നേരിൽ കാണണമെന്ന് യോഹന്നാൻ ആഗ്രഹിച്ചു. രണ്ടാമതായി, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു നടന്നു വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ശിഷ്യന്മാരെ തന്നിലേക്ക് ആകർഷിക്കാൻ യോഹന്നാൻ ആഗ്രഹിച്ചില്ല, മറിച്ച് ക്രിസ്തുവിലേക്ക് നയിക്കാനാണ് ആഗ്രഹിച്ചത്. യോഹന്നാൻ പഠിപ്പിച്ച മിശിഹായെ നേരിൽ കണ്ട് മിശിഹായെ മനസ്സിലാക്കാനാണ് ശിഷ്യന്മാരെ അയച്ചത്. മൂന്നാമതായി, തൻ്റെ ശിഷ്യന്മാരെ തന്നിൽ നിന്ന് വേർപെടുത്തി ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെക്കാൾ യോഹന്നാൻ്റെ പ്രബോധനങ്ങളെ
ഇഷ്ടപ്പെടുന്നവരായി ശിഷ്യന്മാർ മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാരെ അയച്ചത്. ഈ ചോദ്യത്തിനുള്ള ക്രിസ്തുവിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. ഞാൻ തന്നെയാണ് നിങ്ങൾ കാത്തിരുന്ന മിശിഹ. സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം യോഹന്നാനെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. 1-ാമത്തെ സാക്ഷ്യം, കാറ്റത്താടുന്ന ഞാങ്ങണയല്ല യോഹന്നാൻ. ഉറച്ച നിലപാടുള്ള വ്യക്തിയാണ്. ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച മനുഷ്യനാണ്. പ്രതിസന്ധികളിൽ മൂല്യങ്ങൾക്കായി നിലകൊണ്ട മനുഷ്യനാണ്. സത്യത്തിന് സാക്ഷ്യം നൽകിയവനാണ്. 2-ാമത്തെ സാക്ഷ്യം, മൃദുല വസ്ത്രം ധരിച്ചവനല്ല യോഹന്നാൻ. പരുക്കൻ കുപ്പായവും തോൽ കൊണ്ടുള്ള അരപ്പട്ടയും വെട്ടുകിളിയും കാട്ടുതേനും ഉൾപ്പെട്ട ഭക്ഷണക്രമമുള്ള വ്യക്തി. അതായത് പുണ്യത്തിനും വിരക്തിക്കും പ്രാധാന്യം നൽകി ജീവിച്ചവൻ. 3-ാമത്തെ സാക്ഷ്യം, പ്രവാചകനേക്കാൾ വലിയവൻ. യോഹന്നാന് മുൻപുണ്ടായിരുന്നവർക്ക് മിശിഹായെക്കുറിച്ച് പ്രവചിക്കാൻ കഴിഞ്ഞു. എന്നാൽ അവർ മിശിഹായെ കണ്ടില്ല. യോഹന്നാൻ വഴിയൊരുക്കുകയും മിശിഹായെ കാണുകയും ചെയ്തു. മറ്റുള്ളവർ ആഗ്രഹിച്ചത് യോഹന്നാൻ ദർശിച്ചു. യോഹന്നാൻ ദൈവകരങ്ങളിൽ തന്നെ ഒരു ഉപകരണമായി വിട്ടുകൊടുത്തു. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ക്രിസ്തു നമ്മോട് സംസാരിക്കുകയാണ്. സ്വർഗരാജ്യത്തിലെ ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. ഈ ലോകത്ത് യോഹന്നാൻ വലിയവനായിരിക്കും. എന്നാൽ സ്വർഗരാജ്യത്ത് എത്തുന്നവരാണ് വലിയവർ. യോഹന്നാൻ സ്വർഗരാജ്യത്തും വലിയവനായിരിക്കും എന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് ചെറിയവർ എന്നറിയപ്പെടുന്നവർ പോലും സ്വർഗരാജ്യത്ത് വലിയവർ ആയിരിക്കും. സ്വർഗരാജ്യത്ത് വലിയവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ആഗമനകാലത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.